1 കിലോ ബീഫും 1 കിലോ റൈസും വെച്ചിട്ട് ചെയ്തെടുത്ത മന്തിയാണ്. മന്തി കഴിക്കണം തോന്നുമ്പോൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന രീതിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പല രീതിയിൽ മന്തി ഉണ്ടാക്കുമെങ്കിലും ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യാനും സഹാരി കുക്കിംഗ് എന്ന എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ 1 കിലോ മന്തിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മസാലപ്പൊടികളാണ്. ഇത്രയും തന്നെ മസാലപ്പൊടികൾ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് ഒരു ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കണം. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. മുളക് പൊടി കുരുമുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കുക. ഇത് പാനൊന്ന് ചൂടായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഈ ഒരു മസാലപ്പൊടികൾ വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇങ്ങനെ ഈ പൊടികളാവുമ്പോൾ വീട്ടിൽ എപ്പോഴും ഇല്ല തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത്. ഇനി കയ്യിൽ പൊടികളില്ല എങ്കിൽ ഇതിൻ്റെ മല്ലിയും ജീരകവും വലിയ ജീരകവും ഒക്കെ ഗരം മസാലയൊക്കെ മുഴുവനായിട്ടുള്ളതാണെങ്കിൽ അതിങ്ങനെ വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഇത്രയും തന്നെ മതി വറുത്തത്. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ബീഫ് പെട്ടെന്ന് വേവിക്കാനും വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫാണ്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം സൈസിൽ 3 സവാള ഇതുപോലെ ചെറുതാക്കി കട്ടാക്കിയതും, മീഡിയം സൈസിൽ 3 തക്കാളി ഇതുപോലെ കട്ടാക്കിയതും, 1 ക്യാപ്സിക്കം ഇതുപോലെ കട്ടാക്കിയെടുത്തതും, 1 പിടി മല്ലിയിലയും അതിൻ്റെ പകുതിയായിട്ട് പുതിനയിലയും, ഒരു 4-5 പച്ചമുളകും, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയതും, ഒരു 10 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തതും, 2 ഡ്രൈ ലെമണും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ മുഴുവനായിട്ട് ഞാൻ ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക്. ബീഫിൻ്റെ മുകളിലേക്കായിട്ട് ഈ വെജിറ്റബിൾ മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ നിറയെ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഇതുപോലെ 2 കട്ട മാഗി ക്യൂബും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ആദ്യം കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നിട്ട് കുക്കാക്കി എടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ കുക്കർ അടച്ചു വെച്ചിട്ട് അടുപ്പിൽ വെക്കുന്നുണ്ട്. ബീഫിലെ വെള്ളം അതുപോലെ വെജിറ്റബിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇത് വേവാൻ ഇത് ധാരാളം തന്നെ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തത്. എന്നിട്ട് പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് കുക്കർ തുറന്നത്. അപ്പോഴേക്കും വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഓരോ കുക്കറും ഓരോ ബീഫിനനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. കുക്കർ തുറന്നപ്പോൾ ഇത്രയും തന്നെ വെള്ളം ഇതിൽ ഇനിയുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പം വറ്റിച്ചെടുത്താൽ മതി. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബീഫൊക്കെ വെന്തത് തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം ഒരല്പം പെട്ടെന്നൊന്ന് വറ്റിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ സമയം ഇതിൽ എരിവോ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കാം. ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വറ്റി വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ചോറിനുള്ളത് റെഡിയാക്കി എടുക്കാം. റൈസ് ഞാൻ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ്. 1 കിലോ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കാനുള്ള വെള്ളമാണ് ഞാൻ തിളക്കാനും വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് 4 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ഒരു ബേ ലീഫും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഈ 1 കിലോ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസുമതി റൈസാണ്. അരമണിക്കൂർ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാണ്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. വേവ് ഏറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഒരു 90% കുക്കായിട്ട് കിട്ടിയാൽ മതി.
മന്തിക്കാവുമ്പം ഓരോ വറ്റി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വെവ്വേറെ കിട്ടണം. അങ്ങനെയാകുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എങ്കിലാണ് എല്ലാ ഭാഗവും ഒരുപോലെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. അരമണിക്കൂർ കുതിർത്തിയെടുത്ത അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ചോറും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു 90% കുക്കായിട്ടുണ്ട്. ഇനി ഞാനിത് ഊറ്റിയെടുക്കുകയാണ്. ചോറ് മുഴുവനായിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ബീഫിലെ വെള്ളമൊക്കെ പാകത്തിൽ വറ്റിച്ച് ഞാൻ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ചെടുത്തപ്പം 1/2 കപ്പ് ഓയിലാണ് ചേർത്തത്. ഇനി ബാക്കി ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന നെയ്യൊക്കെയാണ്. ഇനി ചോറിലേക്ക് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഈ ഗ്രേവി ഇതിൽ നിന്നും മാറ്റി വെക്കുന്നുണ്ട്. ഈ ബീഫിൽ നിന്നും പകുതി ഗ്രേവി എടുത്തിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ദം ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഊറ്റി വെച്ച ചോറ് കുറച്ചിട്ട് കൊടുക്കാം. ചോറിൻ്റെ മുകളിലായിട്ട് ലെയറായിട്ട് നമ്മൾ ബീഫിലേക്ക് പൊടിച്ചെടുത്ത മസാലക്കൂട്ടിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച പൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ബീഫിൽ നിന്നും നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഗ്രേവിയും കൂടി ഇടയ്ക്ക് ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ നേരത്തെ മാറ്റി വെച്ച ആ മസാലപ്പൊടിയും കൂടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ബീഫിൽ ചേർത്ത ഓയിൽ തന്നെയാണ് ഇതിലുള്ളത്. എന്നിട്ട് ഈ 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് ഇതിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഇതിൻ്റെ മുകളിലായിട്ട് റെഡ് കളറോ യെല്ലോ കളറോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനതൊന്നും ചേർക്കണില്ല. മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഒരു ബൗളിലേക്ക് കുറച്ച് കനലെടുത്തിട്ട് അതിലേക്ക് ഒരല്പം നെയ്യോ ഓയിലോ ചേർത്തിട്ട് ഈ ഒരു ചോറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മന്തിക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ തന്നെ കിട്ടും. ഞാൻ കനൽ വെച്ച് കൊടുത്തിട്ടില്ല. നിങ്ങളെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ദം ചെയ്തെടുത്തു. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ തുറന്നെടുക്കുന്നത്. ഇതാ മന്തിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ബീഫും അതുപോലെ ഗ്രേവിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അടിപൊളി ടേസ്റ്റുള്ള മന്തി തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയ രീതിയും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും സഹാരി കുക്കിംഗ് എന്ന എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.